തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് എം സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചത്. UDF സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ വിജയം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ ബാബു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത വോട്ടേഴ്സ് സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചെന്നായിരുന്നു സ്വരാജ് ഹർജിയിൽ ആരോപിച്ചിരുന്നത്. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചരണം നടത്തിയതായും സ്വരാജ് കോടതിയെ അറിയിച്ചിരുന്നു. മതത്തെ ഉപയോഗിച്ച് പ്രചരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നായിരുന്നു വാദം. പ്രചരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കെ ബാബുവിന്റെ വിജയം ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു. എം സ്വരാജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി വിധി. ഇതിനെതിരെയാണ് എം സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 992 വോട്ടുകൾക്കായിരുന്നു തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെതിരെ UDF സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ വിജയം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.